ലഹരിക്കെതിരെ ഓട്ടംതുള്ളലിലൂടെ ബോധവൽക്കരണവുമായി എക്സൈസ് ഉദ്യോഗസ്ഥൻ. എറണാകുളം മട്ടഞ്ചേരി റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ വി ജയരാജ് വ്യത്യസ്തമായ ബോധവൽക്കരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനോടകം 464 വേദികളിൽ ഓട്ടംതുള്ളൽ ബോധവൽക്കരണം നടത്തിക്കഴിഞ്ഞു. എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ നന്നായി വരുവതിൻ എല്ലാ ജനവും നന്നായി വരുവതിൻ എല്ലാ ജനവും 2018 മുതൽ ജയരാജ് എന്ന ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഓട്ടംതുള്ളലിലൂടെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി. ലഹരിയുടെ പിടിയിലായ പലരുടെയും ദുരനുഭവങ്ങൾ കണ്ടറിഞ്ഞാണ് ജയരാജ് ഈ രംഗത്തേക്ക് കടക്കുന്നത്. ശാസ്ത്രീയമായ ഓട്ടംതുള്ളൽ പഠിച്ചിട്ടില്ല. വയലാർ സന്തോഷ് എന്ന ഓട്ടംതുള്ളൽ കലാകാരന് കീഴിൽ 11 ദിവസം മാത്രമാണ് ഇദ്ദേഹം ഓട്ടംതുള്ളൽ അഭ്യസിച്ചിട്ടുള്ളത്. 2018 മുതൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമായിട്ട് ഈ വേഷം കെട്ടി ഇറങ്ങിയതാണ്. എന്തായാലും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഇന്ന് കിട്ടുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലുമായിട്ട് 464ഓളം വേദികളിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരായ വലിയൊരു സന്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഈ കലാരൂപത്തിലൂടെ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ബോധവൽക്കരണം നടത്തുന്നത്. ഓട്ടംതുള്ളലിൽ 464ാമത്തെ വേദി കാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടിയിലാണ് ജയരാജ് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത്. കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പിനു വേണ്ടിയും ഇദ്ദേഹം ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 24 കോട്ടയം.